ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സിന്ധൂസ് ചാനലിലേക്ക് സ്വാഗതം. എനിക്കിന്നൊരു കടച്ചക്ക കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ സാധാരണയായിട്ട് കടച്ചക്ക വെള്ളത്തിലേക്കാണ് കേട്ടോ അരിഞ്ഞ് ഇടാറ്. കുറച്ചൊരു 5 മിനിറ്റ് വെള്ളത്തിലിട്ട് എന്താക്കാൻ കറയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. കടച്ചക്ക ഇപ്പം ഞാൻ നന്നായിട്ട് കഴുകി ഒരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കടച്ചക്ക എന്നാണ് പറയുന്നത്. നിങ്ങളെന്താണ് പറയുന്നതെന്ന് അറിയില്ല. ഇംഗ്ലീഷിൽ ബ്രെഡ് ഫ്രൂട്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അതാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സവാള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇത്ര മെഷർമെൻ്റ് ഒന്നുമില്ല. ഇത് കൂട്ടിയിട്ടാണ് നമ്മൾ ഈ കടച്ചക്ക റോസ്റ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മളൊരു ചട്ടിക്കകത്തേക്ക് കടുക് പൊട്ടിച്ച് കുറച്ച് സവാള ഇട്ട് വഴറ്റി കുറച്ച് മൂക്കണം. ഈ സവാള കുറച്ച് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ തക്കാളിയോട് ചേർക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ ചട്ടിക്കകത്തേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉള്ളിയും പച്ചമുളകൊക്കെ കൂടി ഒന്ന് മൂപ്പിച്ച് എടുക്കണം കേട്ടോ. അതിൻ്റെ അകത്ത് അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളിയോടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ അകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കടച്ചക്ക കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഞാൻ കുറച്ച് മീറ്റ് മസാല ചേർക്കാറുണ്ട് കേട്ടോ. അത് ആവശ്യമുള്ളവർ ചേർത്താൽ മതി, ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. മീറ്റ് മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേകാൻ വെക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. നമ്മൾ കടച്ചക്ക ഒരിക്കലും കുക്കറി വെക്കരുത്. കുക്കറി വെച്ച് കഴിയുമ്പോൾ അത് വെന്ത് പോകും. ഞാൻ സാധാരണ ഇങ്ങനെ വേവിക്കാറാണ്. നന്നായിട്ട് വെന്ത് കിട്ടും ഇത്. നമ്മൾ കടച്ചക്ക ഇങ്ങനെ റോസ്റ്റ് ചെയ്യുമ്പോൾ ഒത്തിരി മസാലപ്പൊടികളൊന്നും ഇങ്ങനെ ആഡ് ചെയ്യരുത്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മല്ലിപ്പൊടിയുടെ ഒക്കെ കുത്തലുണ്ടാവും. അതുകൊണ്ട് കുറച്ച് മസാല മാത്രം ഞാൻ സാധാരണ ചേർക്കാറുള്ളൂ. കുറച്ച് മസാല മാത്രം ഇതിന് മതി. അപ്പോൾ നമ്മുടെ കടച്ചക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, സൂപ്പറാണ്. ചോറിൻ്റെ കൂട്ടത്തിലും ചപ്പാത്തിയുടെ കൂട്ടത്തിലൊക്കെ നമുക്കിത് കഴിക്കാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് കമൻസിൽ അറിയിക്കണേ. ഇഷ്ടമായാൽ ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യും വേണേ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.